താൻ ഈ വീട്ടിൽ താമസിച്ചത് കാരണമാണ് ശ്രുതിയുടെ കല്യാണം മുടങ്ങിയതെന്ന കാരണത്താൽ ഹരി ശ്രുതിയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. ഹരിയുടെ ജീവിത പങ്കാളിയാവാൻ ഇനി ഞാനില്ലെന്ന് ശ്രുതി. ഇനി എനിക്ക് വിവാഹം വേണ്ടെന്ന് ശ്രുതി അമ്മയോട്. നന്ദനെയും ഉദയനും സംസാരിച്ചാൽ ശ്രുതിയുടെയും ഹരിയുടെയും കല്യാണം നടക്കുമെന്ന് സുമിത്ര അച്യുതനോട്. പ്രതാപവർമ്മ പനക്കൽ വീട്ടിലെത്തുന്നു. മനീഷ് തൃശൂരിൽ വന്നിട്ട് എന്നെ കാണാതെ പോയത് മോശമായെന്ന് പ്രതാപവർമ്മ. ഒന്നും അറിയാതെ സുമിത്ര. പ്രതാപവർമ്മ വാടക വീട്ടിൽ വെച്ചുപോയ 2 ലക്ഷം രൂപ സുമിത്രയോട് ചോദിക്കുന്നു. മനീഷ് അതിനെ എതിർക്കുന്നു. ഇനി തുടർന്ന് കാണുക. ഇനി മാറ്റി പറയാനാണ് ഭാവമെങ്കിലേ നടക്കില്ല. നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് നടക്കില്ല എന്ന് തന്നെയാ. അതെ, പേടിപ്പിക്കല്ലേ. മനീഷേ മതി. അമ്മയൊന്ന് മാറി നിൽക്ക്. വിളച്ചിലെടുക്കല എന്റെ അടുത്ത്. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? തങ്കപ്പനാശാരിനെ പോലുള്ള ബന്ധുക്കളല്ലേ നീ കണ്ടിട്ടുള്ളോ? തൃശൂർ സ്റ്റൈലിൽ ഒരു അടി അങ്ങോട്ട് വെച്ച് തന്നാലുണ്ടോ ഒരാഴ്ച കഴിഞ്ഞേ നീ കണ്ണു തുറക്കൂ. സുമിത്രേ, മാറി നിൽക്കാൻ പറയും കന്നാലി ചെക്കനോട്. എന്നിട്ടേ മര്യാദയ്ക്ക് പോയിട്ട് നിങ്ങൾ എന്റെ കാശ് എടുത്തോണ്ട് വാ. പറയുന്നോണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. ഒരവധി കൂടി തരണോ എനിക്ക്. ഇതുവരെ ആ പൈസ കണ്ടു കിട്ടിയിട്ടില്ല. ആളെ പറ്റിക്കുക നിങ്ങള്. 10 100 അല്ല, 2 ലക്ഷത്തിന്റെ ഇന്ത്യൻ കറൻസിയാ എനിക്ക് തരാനുള്ളത്. അത് കിട്ടാതെ പ്രതാപവർമ്മ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. സത്യമാണ് ഞാൻ പറഞ്ഞത്. ദേവി ഇതൊന്നും വിശ്വസിക്കണം. ആ പണം 1 രൂപ പോലും എടുക്കാതെ മാറ്റിവെച്ചതാണ്. നിങ്ങളുടെ മോനോട് ചോദിക്കേ ആ പണം എടുത്തിട്ട് എന്ത് ചെയ്തെന്ന്. അതെ, ഞാൻ എടുത്തിട്ടില്ല എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയും മോനും കൈമലർത്തിന്ന് കരുതിയേ ഞാനേ മടങ്ങി പോകുമെന്ന് വിചാരിക്കണ്ട. പറഞ്ഞു പറ്റിച്ചല്ല. എന്ത് വൃത്തിയായിട്ട്. എങ്ങനെയെങ്കിലും ഞാനത് തരും. നിങ്ങളുടെ പണം ഞാൻ തന്നിരിക്കും. എങ്ങനെയെങ്കിലും എന്ന് പറയണതേ അതൊരു ആൻസറേ അല്ല. ഒരൊറ്റ ചോദ്യം, ഇപ്പൊ എന്റെ 2 ലക്ഷം രൂപ തരാനുണ്ടോ? ഞാൻ ആ പൈസ. നോ മോർ എക്സ്പ്ലനേഷൻസ്. ഇപ്പൊ കാശുണ്ടോ ഇല്ലയോ? ഉത്തരം കിട്ടിയില്ല. പൈസ ഇല്ല. എപ്പോഴുണ്ടാവും. അതെ, ഉള്ളപ്പ തരും. ഈ കന്നാനോട് മിണ്ടാണ്ടിരിക്കാൻ പറയണ്ട. പണം തരുന്ന കാര്യത്തിൽ സുമിത്ര ഇതുവരെ തീർപ്പ് പറഞ്ഞില്ല. ഞാനത് തരാതിരിക്കില്ല. എങ്കിൽ ചോദിച്ചു വാങ്ങിക്കാൻ ഞാൻ മറ്റൊരു പാർട്ടിയെ ഏർപ്പാടാക്കാം. ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ സർക്കാർ നിയമിച്ച പാർട്ടി പോലീസ്. ഈ തട്ടിപ്പ് കേസ് ആവുമ്പോഴേ അതിന്റെ വഴിക്കന്നെ നീങ്ങട്ടെ. പോലീസ് വരുമ്പോഴേ അവരോട് ബാക്കി വിവരങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ മതി. കേസ് കൊടുക്കരുത്. വനിതാ പോലീസ് ഉണ്ടാവും. ഇവിടുത്തെ ചോദ്യം ചെയ്യൽ കഴിയുമ്പോ അവര് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചേക്കും. അവിടെ ആവുമ്പോ വിശദമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. നാട്ടുകാരൊന്നും അറിയില്ല. ഒരബദ്ധം പറ്റിപ്പോയിന്ന് വെച്ച് ഇങ്ങനെ ഉപദ്രവിക്കരുത്. അതിനതൊക്കെ തെറ്റ് ഞാൻ എന്താ നിങ്ങളോട് ചെയ്തത്? പണം തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ടും കേസ് കൊടുക്കാനാണെങ്കിൽ കൊടുക്ക്. എന്താന്ന് വെച്ചാൽ അനുഭവിച്ചോളാം. ഈ ക്ഷോഭം സ്വാഭാവികം. പക്ഷേ 2 ലക്ഷം രൂപയ്ക്ക് പകരമാകില്ലല്ലോ ഇതൊന്നും. അപ്പോ പറഞ്ഞതുപോലെ സാറേ, കേസാക്കരുത് പ്ലീസ്. സോറി. എന്തു പറ്റി ചേച്ചി? എന്താ വല്ലാതെ നിൽക്കുന്നേ? മനീഷേ, എന്താ മോനെ കാര്യം? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മോശം. അതൊരു വല്ലാത്ത ചോദ്യമായി പോയല്ലോ സുമിത്രേ. നമ്മളെ കാണുമ്പോ സുമിത്രേച്ചി എന്നും ഇതല്ലേ ചേട്ടാ ചോദിക്കുന്നേ? ആരാ ഇത്? മനീഷ് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയാ. നമസ്കാരം. പേരെന്താണാവോ? സോമൻപിള്ള. ആ, സോമൻ പിള്ള. ഓ,
അത്രയും ആശ്വാസം. അല്ല സാർ ഏതാണെന്ന് മനസ്സിലായില്ല. നിങ്ങൾ ഇവിടത്തെ ബന്ധുക്കളാവാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഞാൻ ബന്ധുവായി കഴിഞ്ഞ ആളാ. നന്ദനയുടെ അങ്കിള് പ്രതാപവർമ്മ. ഓ മനസ്സിലായി. എന്നിട്ടാണോ സാർ ഇവിടെ നിൽക്കുന്നത്? എന്താ മനുഷ്യ, സാറിനെ പോലുള്ള ഒരു വീട്ടിൽ വന്നാല് ഇങ്ങനെ നിർത്തിയാണോ സംസാരിക്കുന്നത്? മിസ്റ്റർ പിള്ളൈ, ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് അറിയോ? ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ? എന്തിനാ സാർ പോലീസ് സ്റ്റേഷൻ ചോദിക്കുന്നേ? നമ്മൾ ബന്ധുക്കളാണെങ്കിലും ഞാനായിട്ടത് പറയണത് ശരിയല്ല. അങ്ങനെയല്ലേ സുമിത്രേ? എന്നാലും ഞാനൊരു സൂചന തരാം. പ്രശ്നം നിസാരല്ല. ഒരു 2 ലക്ഷം രൂപയുടെ ഇടപാടാ. എനിക്ക് 2 ലക്ഷം രൂപ കിട്ടാനുണ്ട്. അറിയാവുന്ന പാർട്ടിയാണ്. പക്ഷേ ഇപ്പൊ ക്യാഷ് ഇല്ലാന്ന് അവര് പറയണ്. കൈമറിഞ്ഞു പോയി ഇത്രേ. വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? 2 lakhs എങ്കിൽ പിന്നെ പോലീസിൽ അറിയിക്കാന്ന് വിചാരിച്ചു. സാറിന് ആരാ പണം തരാനുള്ളത്? അത് ഞാൻ പറയുന്നത് ശരിയല്ല. സുമിത്രയ്ക്ക് അറിയാം, മനീഷിനും അറിയാം. ചേച്ചി, സോമേട്ടാ, ഇന്നാ ചന്ദ്രിക. മനുഷ്യ എന്നാ വാങ്ങിക്കേ. അല്ല, ഞാനെന്തിനാ ഇത് വാങ്ങുന്നേ? ഈ സാറിന് പൈസ കൊടുക്കണ്ടേ? ഇത് 2 ലക്ഷം രൂപയുണ്ടെന്ന് മനീഷിന് അറിയാലോ. ചേച്ചി, ഇവൻ ലൈലെ കൊണ്ട് ഏൽപ്പിച്ച പണമായത്. കുറെ ദിവസമായും തോന്നുന്നു. ഇന്നാ ഞങ്ങൾ ഈ കാര്യം അറിയുന്നത്. നന്ദന കൊടുത്ത പൈസയാണെന്നാ ഇവൻ ലൈലയോട് പറഞ്ഞത്. അവൾക്ക് എന്തോ സംശയം തോന്നിയിട്ട് രാവിലെ ഞങ്ങളോട് പറഞ്ഞു. പൈസ എടുത്തു തന്നു. ഇത് ഇവിടെ കൊണ്ട് ഏൽപ്പിക്കണമെന്ന് നിർബന്ധിച്ചതും ലൈലയാ. ഇവിടെ വന്നപ്പോ കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലായി. മനീഷേ, ഇത് വാങ്ങിച്ച് സാറിന് കൊടുത്തേ. അല്ല, ഞാനത് പിന്നെ കൊടുക്കാൻ ദാ. ഇതാ. ഇനി ഒരു ഡയലോഗിന് പ്രസക്തിയില്ല. എന്നാലും സുമിത്രയോടൊരു വാക്ക്. തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെത്താൻ അറിയുമെന്ന. തന്നെ അറിയണം, തൻ്റെ മക്കളെ അറിയണം. അല്ലെങ്കിലേ മറ്റുള്ളവരിൽ നിന്ന് ഇതുപോലെ നമ്മൾ പലതും അറിയേണ്ടി വരും. പോട്ടെ മിസ്റ്റർ പിള്ളേ, ആ ഓട്ടോ ഒന്ന് മാറ്റി തരാൻ പറ്റുമോ? പിന്നെന്താ സാറേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, താങ്ക് യു. നിക്കട അവിടെ. എടാ നിക്കാനാ പറഞ്ഞേ. മനീഷേ, അവിടെ നിക്കാൻ. ചേച്ചി, ആരും വലിയവരല്ല ചേച്ചി. ഞാനോ നിങ്ങളോ ഇപ്പൊ പൈസയും വാങ്ങിച്ചോണ്ട് പോയ ആ മനുഷ്യനോ ആരും വലിയവരല്ല. ആരും ഒട്ട് ചെറിയവരുമല്ല. ഞാനും എന്റെ ഭർത്താവും ഇങ്ങോട്ട് വരുന്നത് സുമിത്രച്ചിക്ക് ഇഷ്ടമല്ല. ഇപ്പോഴും ചോദിച്ചു എന്തിനാ വന്നതെന്ന്. പനക്കിലെ മുറ്റത്ത് വന്ന് നിൽക്കാൻ കോളനിയിലെ ചന്ദ്രികയ്ക്ക് എന്താണ് യോഗ്യത എന്നായിരിക്കും ചേച്ചിയുടെ മനസ്സിലിരിപ്പ്. എന്നാൽ ഒന്നുണ്ട്, ഇപ്പൊ ഈ സമയത്ത് ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ
എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി? അത് പറയണോ ഞാൻ? നിങ്ങൾ സഹായിച്ചു എന്നുള്ളത് നേരാ. അതിന്റെ പേരില് കണക്ക് പറയാണോ? ഇതാ നിങ്ങളുടെ കുഴപ്പം. ഇരട്ടത്ത് തപ്പിത്തടയുന്നത് കണ്ട് ആരെങ്കിലും വെളിച്ചം കാണിച്ചു തന്നൂന്നിരിക്കട്ടെ, ശകലം കഴിയുമ്പോൾ അവരോട് ചോദിക്കും എന്തിനാ വെട്ടം കാണിച്ചതെന്ന്. 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് ചെറിയ തുകയല്ല. ഒരുപാട് ആവശ്യങ്ങൾ നടത്താമായിരുന്നു. നിഷ്പ്രയാസം അതെനിക്ക് കയ്യിൽ വയ്ക്കാമായിരുന്നു. പക്ഷേ ചന്ദ്രികയ്ക്ക് ആ പൈസ ദഹിക്കില്ല. അതുകൊണ്ടാ തിരിച്ചു കൊണ്ടുവന്ന് തന്നത്. മനീഷ് കാണിച്ചത് തരികിടയാ, ശരിക്കും പറഞ്ഞാൽ മോഷണം. എന്നിട്ടും ഞങ്ങളാരും അവനെ തള്ളി പറയുന്നില്ല. എന്താ കാര്യമെന്നോ? നല്ലൊരു തുക കൈ കിട്ടിയപ്പോ അവനത് കൊണ്ടുപോയി കണ്ടമാനം ചെലവാക്കി കളഞ്ഞില്ല. പകരം ലൈലയെ ഏൽപ്പിച്ചു. അതൊരു വിശ്വാസമാ, അവളോടുള്ള വിശ്വാസം. ആ വിശ്വാസമാണ് ഞങ്ങളുടെ കൊച്ചിന് വേണ്ടത്. കക്കാനും കവരാനും മനീഷിനെ പ്രോത്സാഹിപ്പിക്കണമെന്നായിരിക്കും. അല്ല, പകരം അവനെ വരുതിക്ക് നിർത്തണം. ചേച്ചിക്ക് ഇതുവരെ അതിന് കഴിഞ്ഞില്ല. ഒരു പെൺകൊച്ചു വിചാരിച്ചാ അതിന് കഴിഞ്ഞൂന്ന് വരും. എടുത്തു പറയാനൊരു യോഗ്യത മനീഷിനില്ല. അയോഗ്യതകളാണെങ്കിൽ പലതുമുണ്ട്. എന്നിട്ടും നിങ്ങളുടെ മോനോട് ഞങ്ങൾ അടുപ്പം കാണിക്കുന്നത് ലൈല അവനെ ജീവന് തുല്യം സ്നേഹിക്കുന്നത് കൊണ്ടാ. ആ സ്നേഹം മനീഷ് ഏറെക്കുറെ തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിയേണ്ട ഒരാളും കൂടിയുണ്ട്, സുമിത്രേച്ചി. അറിഞ്ഞാലും ഇല്ലെങ്കിലും നടക്കാനുള്ളത് നടക്കും. അതെന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നാലും പറയാം, പിള്ളേര് തമ്മിലുള്ള കല്യാണം. അക്കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കുമെന്ന് സ്വയം തീരുമാനിച്ചാൽ മതി. മനീഷ് ലൈലയെ കെട്ടിയ ശേഷം ഞങ്ങളുടെ വീട്ടിലേക്കാണ് താമസിക്കാൻ വരുന്നതെങ്കിൽ എതിർക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ ചേച്ചി ഒന്നും പറയരുത്. പുരുഷൻ ഭാര്യ വീട്ടിൽ സ്ഥിരതാമസത്തിന് നിൽക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതും പറഞ്ഞേക്കാം. പിന്നെയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. സോമേട്ടൻ നോക്കി നിൽക്കുമായിരിക്കും. ശരി, വരട്ടെ ചേച്ചി. എല്ലാ ബില്ലും ഒന്നും ഇല്ല. തുണ്ടുപേപ്പറിൽ കുറിച്ച കുറെ കണക്കുണ്ട്. അത് ഞാൻ കൊണ്ടുവന്നില്ല. മോശമില്ലയോ? പിടി. ഇതൊക്കെ എന്തിനാ കാണിക്കുന്നതെന്ന് ചോദിച്ചാ അറിയണം. അനില മോളെ ഞങ്ങൾ എങ്ങനെയാ നോക്കുന്നതെന്ന് സുമിത്ര അറിയണം. പിന്നെ ഇത് മരുന്ന് വാങ്ങിച്ചതിന്റെ ആശുപത്രിയിലായതിന്റെയും കണക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഗർഭസമയത്തും പ്രസവത്തിന് ശേഷവും അനിലയ്ക്ക് കൊടുത്ത ഫുഡിന്റെ കണക്ക് പറഞ്ഞാല് അയ്യോ ഇവിടെ എങ്ങും നിക്കത്തില്ല സുമിത്രേ. മലക്കറിയുടെ കാര്യം പോട്ടെ, അത് വീട്ടിലെല്ലാവർക്കും വേണമല്ലോ. അനിലയ്ക്ക് സ്പെഷ്യലായിട്ട് ഫ്രൂട്ട്സ്, പുഴമീന് പുഴമീന്, കായലുമീന് കായലുമീന്, കടൽമീന്, ഇറച്ചി വേറെ, ആഴ്ച 2 ദിവസം മട്ടൺ സൂപ്പ് എന്ന് വേണ്ട. അമ്പിളി മാവനെ പിടിച്ച് മെഴുക്കോലിട്ട് വെച്ചു കൊടുക്കണമെന്ന് അനില പറഞ്ഞ രാജേഷ് അതും ചെയ്യും. ആ സമയത്ത് അവൻ തോട്ടിയെടുത്തോണ്ട് പുരപ്പുറത്ത് കയറും. എന്തിനാ? അമ്പിളിയമ്മാവനെ പിടിച്ചു കൂലിക്ക് താഴെ ഇടാൻ. അറിയാവോ? അത്രയ്ക്ക് അവളെ ആളാക്കേണ്ട ആവശ്യമില്ല എന്ന് ഇവിടെ നിന്നോണ്ട് സുമിത്രയ്ക്ക് പറയാ. ഞങ്ങൾക്ക് അനിലമോള് വലിയ ആള് തന്നെ. അതൊരു നായർ കുടുംബത്തിൽ നിന്ന് ആശാരി കുടുംബത്തിലോട്ട് വന്ന് കയറിയത് കൊണ്ടല്ല കേട്ടോ, ഞങ്ങളുടെ മരുമോളായതുകൊണ്ടാ. പെറ്റ തള്ളയോ സ്നേഹം കൊടുക്കുന്നില്ല, പിന്നെ ഞങ്ങളെങ്കിലും കൊടുക്കണ്ടായോ? വേണ്ടായോ? ആര് പറഞ്ഞു എനിക്ക് അവളോട് സ്നേഹമില്ലാന്ന്? അയ്യോ, 500-ന്റെ 1000-ന്റെ പഴയ നോട്ടിന് എന്തിനാ സുമിത്രേ ഫ്രെയിം ചെയ്ത് കാഴ്ചക്ക് വെക്കാനോ? വിനിമയം ചെയ്യാൻ കഴിയാത്ത ഉറുപ്പിക കൊണ്ട് എന്തുവാ പ്രയോജനം? അതുപോലെ സുമിത്രയമ്മയുടെ സ്നേഹവും. എങ്ങനുണ്ട്? കണക്കെല്ലാം വായിച്ചു പഠിച്ചിട്ട് കടലാസിക്ക് തിരിച്ചു തന്നു. അത് മതിയോ?
ഞാൻ പിന്നെ അത് സൂക്ഷിച്ചു വെക്കണോ? നിങ്ങൾ എപ്പോഴും ചെലവിന്റെ കാര്യം പറയുന്നു. രാജേഷിന് അനിലയുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കണം, ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണം. അല്ലാതെ പെണ്ണിന്റെ വീട്ടിൽ കൂടെ കൂടെ ചെന്ന് കണക്ക് പറയല്ല വേണ്ടത്. അതിന് ഒരു മടിയില്ലാത്തൊരു അച്ഛനുണ്ടല്ലോ അവന്. ഇങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ നാണമില്ലേ അവന്? അവിടെ സുമിത്രയ്ക്ക് പറ്റിയ മിസ്റ്റേക്ക്. രാജേഷ് പറഞ്ഞു വിട്ടതല്ല, ഞാൻ സ്വമേധയാ വന്നതാ. എന്താ കാര്യം? കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടൂ. കരഞ്ഞോണ്ടിരുന്നിട്ട് ഇവിടെ കിട്ടുന്നില്ല, പിന്നെ മിണ്ടാതിരുന്നാലോ? അതിരിക്കട്ടെ, സുമിത്രയ്ക്ക് ഇങ്ങനൊരു ലോട്ടറി അടിച്ച വിവരം ഞങ്ങളെ അറിയിച്ചോ? ഇല്ലല്ലോ. പനയ്ക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നതേ അത്ര നിസ്സാര കാര്യമൊന്നും അല്ല. അറിയിക്കാനേ എനിക്ക് ആരുടെ നമ്പർ അറിയില്ല. എന്തിനാ ഫോൺ? KL തങ്കപ്പനാചാരി, തച്ചുശാസ്ത്ര വിദഗ്ധൻ, കൈനഗിരി PO, അത്രയും മതി. ഒരു കത്തെഴുതിയിട്ടാലേ 3-ാമത്തെ ദിവസം പോസ്റ്റ്മാൻ എന്റെ വീട്ടിൽ കൊണ്ടുതരും. പക്ഷെ എഴുത്തിടണം, അതിന് മനസ്സ് വേണം, മനസ്സാക്ഷി വേണം. അതാ സുമിത്രയ്ക്ക് ഇല്ലാത്തത്. ഇത്രയൊക്കെ വിസ്തരിച്ചല്ലോ. ഈ പറയുന്ന മനസ്സാക്ഷിയൊക്കെ ഇങ്ങോട്ടും ആവാം. എന്നോടൊരു വാക്ക് പറയാതെയാ അല്ല നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. അവൾക്കറിയാം ഞാനും അവളുടെ ആങ്ങളെയും വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്ന്. ഒന്ന് വിളിച്ചിട്ടില്ല, എങ്ങനെയാ ഞങ്ങൾ കഴിയുന്നതെന്ന് ഒന്ന് അന്വേഷിച്ചിട്ടില്ല. 3 നേരവും മൃഷ്ടാനം കഴിച്ചോട്ടെ അവള്, സന്തോഷേ ഉള്ളൂ. പക്ഷേ പെറ്റ തള്ളയ്ക്ക് കഞ്ഞി കുടിക്കാൻ വകയുണ്ടോന്ന് ഒന്ന് ഓർക്കെങ്കിലും ചെയ്യാം. അപ്പൊ അതൊന്നും അല്ല കാര്യം. സ്വന്തം ഭാവി മാത്രമാണ് അനിൽ നോക്കിയത്. എന്റെ കൂടെ നിന്നാ രക്ഷയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. നേരെ കൈനഗരിയിലേക്ക് ചാടി. ഞാനുണ്ടാലും ഉണ്ടില്ലെങ്കിലും അവൾക്കെന്താ? അവൾ എഴുത്തയച്ചില്ല എന്ന് പറയുന്നില്ല, ഓഹരി ചോദിച്ചോണ്ട് എഴുതിയിരുന്നല്ലോ. അതായിരിക്കും മരുമോളുടെ മനസാക്ഷി. മുങ്ങിച്ചാവാൻ നേരം കൈനീട്ടി രക്ഷിക്കണേന്ന് പറയുന്നവരുടെ വിരലിലെ മോതിരം ഊരിയെടുക്കുക മനസാക്ഷിയാണ് പോലും. അത് നിങ്ങൾ അമ്മയും മോളും തമ്മിലുള്ള പ്രശ്നം. ഞാനത് കക്ഷി ചേരുന്നില്ല. എന്റെ പ്രശ്നം പറയാം. അനില തങ്കപ്പനാചാരിയുടെ വീട്ടിൽ വന്നിട്ട് മാസങ്ങൾ ഇത്രയായി. പ്രസവിച്ചിട്ട് 3 മാസമായി. എന്താ അവളുടെ വീട്ടിൽ നിന്ന് ആരും വരാത്തേന്ന് നാട്ടുകാർ ചോദിച്ചാ, മരുമോക്ക് വീടും കൂടുമൊന്നുമില്ലേ, അനാഥയാണോ എന്ന് ചോദിച്ചാ ഞാൻ എന്തോ സമാധാനം പറയാം? ഞാൻ വരുന്നുണ്ട്. നന്ദന ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കേക്കട്ടെ കേക്കട്ടെ. മറ്റൊന്നുമല്ല, അനിലെയും കുഞ്ഞിനെയും ഞാൻ വന്ന് കാണണമെന്ന്. എന്നാ പിന്നെ വരാത്തെന്താ? കൂട്ടത്തിൽ നന്ദനയും അതിനെ കിട്ടിയ തമ്പുരാനും പോന്നോട്ടെ. തങ്കപ്പനാചാരിക്ക് അങ്ങനെയും ചില റിലേഷൻസ് ഉണ്ടെന്ന് നാട്ടുകാരൊന്നറിയട്ടെ. അതിന്റെ ക്രെഡിറ്റ് അനിലേക്കും കൂടാ. നിങ്ങൾക്ക് പക്ഷെ അതൊന്നും അല്ലല്ലോ. പണമല്ലേ വലുത്. പ്രസവ ചെലവിന് 1.5 ലക്ഷം, പിന്നെ സ്ത്രീധനം, അനിലയുടെ ഓഹരി, കയ്യിലെങ്ങനെ പല ലിസ്റ്റും ഉണ്ടല്ലോ. സുമിത്ര ഒന്നോർക്കണം, അനിലെ കെട്ടി രാജേഷ് അല്ലെന്ന് സങ്കല്പിക്കുക. സ്ത്രീധനം കൊടുക്കണമായിരുന്നോ? മോള് പ്രഗ്നന്റ് ആവും, അന്നേരം വിളിച്ചോണ്ട് വരണ്ടേ? അതിന് ചെലവുണ്ടോ? ഗർഭിണിയായ സ്ഥിതിക്ക് പ്രസവം നടക്കണം, അതിന്റെ കാര്യങ്ങൾ നോക്കണോ? കുടുംബസ്വത്തിന്റെ പങ്കും കൊടുക്കണോ? ഇതെല്ലാം വേണം. പിന്നെന്താ എന്റെ മോന്റെ കാര്യത്തിൽ ഈ ഉദാസീനത? മനഃപൂർവ്വം അല്ല, ഇല്ലാഞ്ഞിട്ടാണ് കൊടുക്കാതിരുന്നത്. ഇല്ലാഞ്ഞത് അന്നല്ലയോ, ഇപ്പൊ ഉണ്ടല്ലോ. ഓടിട്ട പഴയ വീടാണെങ്കിലും ഇതൊരു അസറ്റാ. പിന്നെ 20 സെന്റ് സ്ഥലം താണ്ടേ വെട്ടിയെടുത്ത പൊന്നും വില കിട്ടുന്ന 10-12 മൂട് മരങ്ങള്, പുഷ്ടിയുള്ള മണ്ണ്. സെന്റിന് 5 ലക്ഷം വെച്ച് വിലയിട്ടാലും 20, 5, 1 കോടി രൂപ. ഇതെല്ലാം കൂടെ 1.5 കോടി രൂപയുടെ വകയുണ്ടെന്ന് കൂട്ടിക്കൂ. ഒരു വിഹിതം മനീഷിന് കൊടുത്തു, ഒരു ചെറിയ പങ്ക് സുമിത്ര എടുത്തു, ബാക്കി അനില മോക്ക്. അങ്ങനെ അങ്ങ് തീരുമാനിക്കും സുമിത്രേ. നമ്മുടെ അത്യാഗ്രഹം അനുസരിച്ചുള്ള വിലയൊന്നും ആരും തരില്ല. അല്ലെങ്കിലോ ഞാനായിട്ട് നേടിയെടുത്തതല്ല ഈ സ്ഥലവും വീടും, നന്ദനയുടെ സന്മനസ്സുകൊണ്ട് കിട്ടിയതാണ്. സുമിത്രേ, സ്വന്തം പേരിലായതോടുകൂടി ഇപ്പൊ സുമിത്രയുടെ വകയില്ലയോ? ക്രയവിക്രയം ചെയ്യാൻ വരെ സുമിത്രയ്ക്ക് അവകാശമുണ്ട്. അത് മര്യാദകേടാണ്. നന്ദനയോട് ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല. പഴയ സുമിത്രയായിരുന്നു നല്ലത്. ഇതൊരു മാതിരി മദ്യപാനം നിർത്തിയ കുടിയന്മാരെ പോലെ ഒരുമാതിരി മിഴുങ്ങത്തിയാന്നുള്ള ഭാവം. എന്നാ ഒരു കാര്യമുണ്ട് സുമിത്രേ, ക്രയവിക്രയം ചെയ്യണ്ട. മര്യാദ കേടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ സ്വത്ത് ഭാഗം വെക്കാം. താണ്ടേ ഇപ്പൊ രജിസ്റ്റർ ആക്കി കൊടുക്കണ്ട.
ഇന്നത് ഇന്നാർക്കെന്ന് വ്യവസ്ഥ ചെയ്ത് വെക്കാമല്ലോ. ഉദാഹരണം, 20-ൽ 5 സെന്റ് മനീഷിന്. ഒരേ ഒരു മകനല്ലയോ, പാവം, കൊടുത്തു. സ്വന്തമായിട്ടൊരു കരുതൽ വേണ്ടായോ? സുമിത്രയുടെ പേരിൽ ഒരു 2-2.5 അല്ലേ വേണ്ട, തികച്ചു 3 സെന്റ് അങ്ങ് വെച്ചു. ദാണ്ടേ വയസ്സുകാലത്തിന് ആവശ്യം വന്നാൽ ഉതകുമല്ലോ. ബാക്കി 12 സെന്റ് അനില മോക്ക്. വീടും വേണമെങ്കിൽ അനില മോക്ക് കൊടുത്തു. മോളല്ലയോ? അതിലും ഭേദം എല്ലാം കൂടി അനിലേക്ക് എഴുതി വെക്കുന്നതാ. അയ്യോ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ സുമിത്രേ. അങ്ങനെ ചെയ്യണമെന്നല്ല. അല്ല, സ്വപ്നം കാണുമ്പോ മധുര സ്വപ്നം തന്നെ കാണണ്ടായോ? അതോ സുമിത്രയുടെ മോളായതുകൊണ്ട് അനിലേക്ക് സ്വപ്നം കാണാൻ പാടില്ലെന്നുണ്ടോ? ഇത് അനിലയുടെ സ്വപ്നമല്ലല്ലോ. നിങ്ങൾ കണ്ട സ്വപ്നം അവളുടെ പേരിലാക്കിയതല്ലേ. ഒരു കാര്യം പറയാം ഞാൻ. സ്ത്രീധനം, പ്രസവച്ചെലവ്, ഓഹരി എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നില്ല. സമയമാകുമ്പോഴേ അങ്ങോട്ട് അറിയിക്കാം. താക്കീതാന്ന് മനസ്സിലായി. മിക്കവാറും അനില 2ാമത്തെ കൊച്ചിനെ പ്രസവിച്ച് കിടക്കുമ്പോഴും സുമിത്ര ഇത് തന്നെ പറയും. എനിക്ക് അങ്ങോട്ടും ഒരു താക്കീത് പറയാനുണ്ട്. അനില അപ്പൊ പ്രസവിച്ച് കിടക്കുന്നത് കൈനഗിരിയിലായിരിക്കത്തില്ല, ഇവിടെ ഈ വീട്ടിലായിരിക്കും. പ്രസവം മാത്രമല്ല, അനിലയുടെ തുടർന്നുള്ള ജീവിതവും ഈ പനക്കൽ വീട്ടിൽ തന്നെ ആയിരിക്കും. അനില മാത്രമല്ല, ലക്ഷ്മണൻ മോനും 2ാമത്തെ കുഞ്ഞും ഇവിടെ ഉണ്ടാവും. പിന്നെ അവൾക്ക് കൈനഗിരിയിലോട്ട് മടങ്ങി വരേണ്ടി വരത്തില്ല. മനസ്സിലായോ? അനിലയും 2 മക്കളും ഭർത്താവ് ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിൽക്കുന്ന കാര്യം സുമിത്ര ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇഷ്ടം പോലെ ചെയ്തു. ഓക്കേ.